ഹായ് ഫ്രണ്ട്സ്, കണ്ടല്ലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പുഴമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനം കാണണം, എന്നാൽ മാത്രമേ എങ്ങനെയാണ് പൊള്ളിക്കുന്നത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ മീൻ പോലെയല്ല, ഇതിന് കുറച്ച് പിന്നെ അതിൻ്റെ വഴുമ്പലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് എടുക്കണം. ചെതമ്പലുള്ള മീൻ നമുക്ക് സാധാരണ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ അത് പിന്നെ നമുക്ക് കിട്ടാനും വളരെ കുറവാണ്. നമുക്ക് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്യാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇഞ്ചി, അതായത് കുരുമുളക്, കാന്താരി, അതുപോലെ തന്നെ ഇഞ്ചി, അതുപോലെ 2-3 ഇതൾ വെളുത്തുള്ളി, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. നമുക്കിതിൽ പിന്നെ പുരട്ടിയെടുക്കാനാണ്. നമ്മളിപ്പോൾ ചതച്ചെടുത്ത കുരുമുളകും കാന്താരിയും പിന്നെ ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി, അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളത് ഇപ്പോൾ എടുത്തിക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ചാലിച്ചെടുക്കാം ചെറുതായി. ഒരു ശകല മഞ്ഞപ്പൊടി, അതായത് കുറച്ച് മതി, ശകല മഞ്ഞപ്പൊടി ഇടണം. കുറച്ച് മഞ്ഞപ്പൊടി മതിയാവും. ഒന്ന് ഇളക്കിയെടുക്കാം. മുളക്, അതായത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടാണ് നമ്മൾ മുളക് ഉപയോഗിക്കേണ്ടത്. എന്നാലും പൊള്ളിച്ചെടുക്കുമ്പോൾ കുറച്ചുണ്ടെങ്കിൽ കൊള്ളാവും. ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മളതിനെ ഇതിലേക്ക് മിക്സ് ചെയ്യാണ്.
ഈ അരപ്പ് നന്നായിട്ട് ഇതിൽ പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റോളം നമുക്കിതിനൊന്ന് പിന്നെ പിടിക്കാൻ വേണ്ടി വെക്കണം. ഏകദേശം അരമണിക്കൂർ ഇപ്പം ആയിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് ഇപ്പം അരപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ തുമ്പലയിൽ നമുക്ക് ഇതിനെ പൊതിഞ്ഞെടുക്കണം. അത് നോക്കാം. തുമ്പല നമുക്ക് ഇതിന് വേണ്ടി വരും. ഞാനിപ്പോൾ 3 മീനായതുകൊണ്ട് 3 തുമ്പല എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. വാഴയില ആകുമ്പോൾ അതിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതേപോലെ ഹെൽത്തിയാണ്. വാഴയിലയുടെ പൊതിഞ്ഞ് നമുക്ക് പിന്നെ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് വാഴയില ഉപയോഗിക്കുന്നത്. ഇപ്പം 3 പൊതിയായി നമ്മളിപ്പോൾ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് 3 തുമ്പല വെച്ചിട്ടാണ് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി പൊള്ളിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. ഫ്രണ്ട്സ്, ഇപ്പൊ പുഴമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ടോ നോക്കാം. അടിപൊളി, കിടില പറയട്ടാ. നിങ്ങളെ കുട്ടികൾക്കായിരുന്നാലും വീട്ടില് അമ്മമാർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും. കാരണം നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. കാരണം നമ്മള് ഇതിൽ ചേർന്ന സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല,
കുരുമുളക്, അതേപോലെ വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി, പിന്നെ നമുക്ക് പിന്നെ കാന്താരി മുളക്. അപ്പം ഇത്രയും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ കുട്ടികൾക്ക് നമുക്ക് വീട്ടില് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ വാഴയില മെയിനായിട്ട് വേണം. വാഴയിലയിൽ പൊതിഞ്ഞ് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടത്തിന്, അതായത് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ്, അതുപോലെ സപ്പോർട്ട് ഇതുപോലെ ഉണ്ടായാലും മുന്നോട്ട് ഉണ്ടാവണം. അപ്പൊ ശരി, ഈ നല്ലൊരു വീഡിയോ നമ്മൾ കാണാം. ഓക്കെ, ബൈ.